Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, monkey pox is a viral infection is which caused by the monkeypox viruses belong to the family of. ഇത് GK എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ നോക്കാം. Monkeypox virus is a part of the same family of viruses as variola virus, the virus that causes smallpox. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ 3 സ്മോൾ പോക്സ് ആണ്. സോ നിപ്പയുടെ ഫാമിലിയിൽ വരുന്നതല്ല, കോവിഡിന്റെ സാസ് വൈറസ് ഫാമിലിയിൽ വരുന്നതല്ല. പിന്നെ ഉള്ളത് സ്മോൾ പോക്സും ചിക്കൻ പോക്സും ആണ് ഓപ്ഷൻ. എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് സ്മോൾ പോക്സ് ആണ്. സോ മങ്കി പോക്സ് ആൻഡ് സ്മോൾ പോക്സ് ആ വൈറസസ് രണ്ടും ഒരു സെയിം ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ലോഞ്ച്ഡ് the first inhalable vaccine against COVID-19 on October 31st, 2022? ഇത് കറണ്ട് അഫയേഴ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഹെയിലബിൾ വാക്സിൻ, സിറിഞ്ച് വെച്ച് ഇഞ്ചക്ട് ചെയ്യുന്നതല്ലാതെ നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്ന വാക്സിൻ, അത് COVID-19 അഗെയിൻസ്റ്റ് ഡെവലപ്പ് ചെയ്ത കൺട്രിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ 4 ചൈന എന്നുള്ളതാണ്. ഓപ്ഷൻ 4 ചൈന. അടുത്ത ചോദ്യം, ഇത് മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ഇൻ ദ സെൻസ് വിവിധ് ഭാരതി, ഓൾ ഇന്ത്യ റേഡിയോ, അതുപോലെ ദൂരദർശൻ ഒക്കെ ആയിട്ട് കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. അതുപോലെ ഈ സൈറ്റ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്, അതിന്റെ ഇയറും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്ട്ലി ഉത്തരത്തിലോട്ട് പോവാം. ഈ വിവിധ് ഭാരതി എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ, സോ 1957 ആണ് വിവിധ് ഭാരതി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമായിരിക്കുന്നത് 1957 വിവിധ് ഭാരതി. 1967 കൃഷി ദർശൻ, അതൊരു ഷോയുടെ പേരാണ്. 1969 യുവവാണി. 1975 സൈറ്റ് അഥവാ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന, അത് ടെലിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. സോ സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതും ഈ 4 വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഇത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ദൂരദർശൻ, ആകാശവാണി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടേംസും അതിൻ്റെ ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കുറേ തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇത് അതിൻ്റെ ജസ്റ്റ് ഒരു 4 എണ്ണം, അതിലൊരു 4 എണ്ണം മാത്രമാണ്. പക്ഷെ ഒരുപാട് ഇഷ്ടം പോലെ ടേംസ് ഉണ്ട്. സോ അതൊക്കെ പഠിക്കണം. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ്, ഇത് മീഡിയ ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഇതിൽ എക്കണോമിക്സിൽ പറയുന്നത്. സോ പ്രൊമോഷൻ, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൈസ്. ഇതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ആദ്യം പ്രൊഡക്റ്റ്, അത് കഴിഞ്ഞ് പ്രൈസ്, പിന്നെ പ്ലേസ്, പിന്നെ പ്രൊമോഷൻ. ഇതാണ് 4 എലമെന്റ്സ് ഓഫ് ലൈക്ക് മാർക്കറ്റിംഗ്. ആൻഡ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഇതാണ്. സോ ഓപ്ഷൻ 2 പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അതാണ് ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020? ഓക്കെ, NEP ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ ചോദ്യം, ഹു ഇസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022? പ്രൊഫസർ ചൗഹാൻ, അരവിന്ദ് പനാഗരിയ, ഡോക്ടർ K. കസ്തൂരി രംഗൻ, പ്രൊഫസർ ജഗദീഷ് കുമാർ. ഇതിൽ ആരാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ചെയർമാൻ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ K. കസ്തൂരി രംഗൻ. അദ്ദേഹമാണ് NEP 2022ന്റെ ചെയർമാൻ ആയിട്ടുള്ളത്. സോ NEP കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെലിവിഷൻ ട്രാൻസ്മിഷൻ ബിഗാൻ ഇൻ വിച്ച് ഇയർ ഇൻ ഇന്ത്യ? ഏത് വർഷമാണ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
നമ്മൾ ഒരിക്കലും വിട്ടുപോകാതെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? സോ അതൊരു എക്സ്പെരിമെന്റൽ ബേസിസിലുള്ളൊരു ട്രാൻസ്മിഷൻ ആയിരുന്നു. അല്ലാതെ നമ്മൾ ഒരു ഫുൾ ഫ്ലെഡ്ജിലുള്ളൊരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നില്ല. സോ പക്ഷേ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് 1959. ആൻസർ 1 1959 ഡൽഹിയിൽ വെച്ചിട്ടാണ് അതിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ആ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1959. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ ഓഫ് ദി ഇയർ 2020? 2020 വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ തീം. ഈ ചില ഡേയ്സിന്റെ തീം ചോദിക്കാറുണ്ട്. സോ അതൊന്ന് വായിച്ചു പോവുക, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യും. ഇതിന്റെ ഉത്തരം നോക്കാം. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് തെറ്റാണ് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ ബേസിക്കലി 2020 എൻവയോൺമെന്റൽ ഡേ തീം ടൈം ഫോർ നേച്ചർ എന്നുള്ളതായിരുന്നു. 2020 എൻവയോൺമെന്റൽ ഡേയുടെ തീം. സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു 2024 CUETക്ക് നമ്മൾ 2023 എൻവയോൺമെന്റൽ ഡേ തീം നോക്കണം. വരാനിരിക്കുന്ന 2024 എൻവയോൺമെന്റൽ ഡേ തീമും നോക്കണം. സോ 2023 എൻവയോൺമെന്റൽ ഡേ തീം എന്തായിരുന്നു? സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ അണ്ടർ ദി ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ ടാഗ് ഓർത്ത് വെക്കാം, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു 2023 തീം. 2024 വരാനിരിക്കുന്ന ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം ഇറ്റ്സ് ലൈക്ക് focusing on land restoration, desertification and drought resilience. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് തീം. അത് ഹോസ്റ്റ് ചെയ്യുന്നത് 2024 എൻവയോൺമെന്റൽ ഡേ സെലിബ്രേഷൻസ് ഹോസ്റ്റ് ചെയ്യുന്നത് കിങ്ഡം ഓഫ് സൗദി അറേബ്യയാണ്. സോ ഇത്രയും ഇൻഫോർമേഷൻ 2020 ഇനി ആവശ്യം വരില്ല, 2023 and 2024 കമ്പൽസറി ആയിട്ട് ഓർത്തു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സബ് ജുഡീസ്? ഒരു ജുഡീഷ്യൽ ടേം ആണ്. എന്താണ് സബ് ജുഡീഷ് എന്ന് പറയുന്നത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണോ, മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആണോ, അല്ലെങ്കിൽ ഇറ്റ്സ് റെഫേർഡ് ടു എ കേസ് ഓർ എ മാറ്റർ ദാറ്റ് ഇൻ അണ്ടർ ദി കൺസിഡറേഷൻ ഓഫ് കോർട്ട് ആൻഡ് ഫൈനൽ ജഡ്ജ്മെന്റ് ഈസ് സ്റ്റിൽ പെൻഡിങ്. അതാണ് ഓപ്ഷൻ 3. ഓപ്ഷൻ 4, ലോവർ കോർട്ട് ഹാസ് ഗിവൺ പെർമിഷൻ ടു അപ്പീൽ ടു എ ഹയർ കോർട്ട്. നമുക്ക് ലോജിക്കലി ആ ഒരു സബ് ജുഡീഷ് എന്ന് പറയുന്ന ആ ഒരു ടേം കേൾക്കുമ്പോൾ ഇതിന്റെ ആൻസർ സ്ട്രൈക്ക് ചെയ്യേണ്ടതാണ്. ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആൻസർ 3. ഇൻ ലോ, സബ് ജുഡീഷ് ലാറ്റിൻ ഫോർ അണ്ടർ എ ജഡ്ജ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇറ്റ്സ് എ ലാറ്റിൻ ടേം ആക്ച്വലി. മീൻസ് ദാറ്റ് എ പർട്ടിക്കുലർ കേസ് ഓർ മാറ്റർ ഈസ് അണ്ടർ ട്രയൽ ഓർ ബീങ് കൺസിഡേർഡ് ബൈ എ ജഡ്ജ് ഓർ കോർട്ട്. കോടതിയുടെ പരിധിയിലിരിക്കുന്ന ഒരു കേസ് അല്ലെങ്കിൽ വിധി ഇനിയും പറഞ്ഞിട്ടില്ലാത്ത ഒരു കേസിനെ ആണ് നമ്മൾ സബ് ജുഡീഷ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത്. സോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂസ് ദ കറന്റ് CEO ഓഫ് ഓൺലൈൻ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം ഗ്രാമർലി? ഗ്രാമർലി നമ്മൾ മോസ്റ്റ് ഓഫ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കും. അതിന്റെ CEO ആരാണെന്നാണ് ചോദ്യം. രാഹുൽ റോയ് ചൗധരി, സുന്ദർ പിച്ചൈ, എലോൺ മസ്ക്, അജയ് ബാങ്ക. ഈ 3 ഓപ്ഷനും 2, 3 and 4 നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. സോ ഡയറക്ട്ലി നമുക്ക് ഓപ്ഷൻ 1 ആണ് ആൻസർ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. രാഹുൽ റോയ് ചൗധരി ആണ് ഗ്രാമർലി എന്ന് പറയുന്ന എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ CEO.